ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി നമ്മുടെ മൂന്നാമത്തെ ചാനലിൽ GHH വേൾഡ് എന്ന് പറഞ്ഞ ചാനലിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഉടായ്പ പരിപാടികൾ, അതായത് ഇപ്പോൾ റീസെൻ്റ്ലി അവർ റീഫണ്ടിൻ്റെ കുറേ പുതിയ സ്കാമുകളും സംഭവങ്ങളൊക്കെ അവർ ഓരോ ദിവസം ഓരോ പുതിയ സ്കാംസ് കണ്ടുപിടിച്ചുകൊണ്ട് വരുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നത്തിങ് ഫോൺ 3 നമ്മുടെ സെയിൽസിൻ്റെ സമയത്ത് ആദ്യ ദിവസം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി 45,500 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ആ സാധനം നമുക്ക് കിട്ടിയത്. എന്തായാലും അവർ അതെന്താ വെച്ചാൽ കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ തന്നെ അത് ക്യാൻസൽ ചെയ്തു. പക്ഷേ ആപ്പിലൊക്കെ കാണിക്കുന്നത് നമ്മളുടെ റിക്വസ്റ്റ് പ്രകാരം ക്യാൻസൽ ചെയ്തു എന്നൊക്കെയാണ് അവർ കാണിക്കുന്നത് ആപ്പിൽ. പക്ഷേ സംഭവം അവർ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതിപ്പോൾ പുതിയ സംഭവം ഒന്നല്ല. അവർ തന്നെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഫ്ലിപ്കാർട്ടിൻ്റെ സ്ഥിരം പരിപാടികളാണ്. ഒന്നെങ്കിൽ ഫ്ലിപ്കാർട്ട് ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ സെല്ലർ ക്യാൻസൽ ചെയ്യും. ഇതെല്ലാം പറഞ്ഞാൽ ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷേ അത് ക്യാൻസൽ ചെയ്തുകൊണ്ട് എനിക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. അത് പോട്ടെ. എനിക്കിപ്പോൾ നത്തിങ് ഫോൺ 3 ഇപ്പോൾ നമുക്ക് വേറെ സോഴ്സുകളുണ്ട്, ഇപ്പോൾ അവരെ തന്നെ വാങ്ങിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അത് പോട്ടെ, എന്നാലും അത് നന്നാവും ചെയ്തെന്ന് വെച്ചാൽ അതിന് ശേഷം നത്തിങ് ഫോൺ 3ൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് ഡ്രോപ്പായി. അപ്പോൾ പക്ഷേ ഇതിന് എനിക്ക് ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഫ്ലിപ്കാർട്ടിന് കുറേ ടൈപ്പ് ചാർജുകളുണ്ട്. മഴ ചാർജ്, റെയിൻ ചാർജ്, എന്താ കാർഡ് ഓഫർ ചാർജ്, അതുപോലെ തന്നെ ഡെലിവറി ചാർജ്. അത് പോട്ടെ, ഡെലിവറി ചാർജ് പോട്ടെ. പിന്നെ എന്നിട്ട് മഴ വരാൻ പോണ ചാർജ്, മഴ വന്നില്ലെങ്കിൽ ചാർജ്, അങ്ങനെ കുറേ ചാർജുകളുണ്ട് ഇവരിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇവരുടെ ഈ ചാർജിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ആ ചാർജ് നമ്മൾ ഓർഡർ ക്യാൻസലായി തിരിച്ചു കിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവന്മാർ കുറേ ഇപ്പോൾ കാശ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലിപ്കാർട്ട് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് നമ്മളൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് ഒരു ബ്രാൻഡിനോ സംഭവത്തിനോ നമ്മൾ ഡിഫെയിം ചെയ്യാനോ സംഭവത്തിനൊന്നും ചെയ്യുന്നതല്ല. എന്ന് വെച്ചാൽ ഇത് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് തന്നെ പറ്റിയിട്ട് നമ്മുടെ കാശ് പിടിച്ച് കൊണ്ടുപോകണം. ഇത് ഇഷ്ടം പോലെ ഞാൻ മാത്രമൊന്നുമല്ല, ജസ്റ്റ് ചുമ്മാ ഏത് സോഷ്യൽ മീഡിയ ഇതിലും പോയിട്ട് തപ്പി കഴിഞ്ഞാൽ തന്നെ വേണ്ട, സോഷ്യൽ മീഡിയ വേണ്ട, ഗൂഗിളിൽ പോയി തപ്പി തന്നെ ഇഷ്ടം പോലെ ഇതേപോലെ ഫ്ലിപ്കാർട്ട് വഴി ഫ്രോഡ് അല്ലെങ്കിൽ സ്കാം പെട്ട ആൾക്കാരുടെ, ചിലർക്ക് ഈ കൊട്ടക്കണക്കിന് കാശ് പോയ ആൾക്കാരടക്കം ഉണ്ട്. കുറേ എന്താ പറയുക കൺസ്യൂമർ കോർട്ടിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക ഭയങ്കര കോമൺ ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ ഞാനായിട്ട് പുതിയത് പറയുന്ന സംഭവമൊന്നുമല്ല. അപ്പോൾ ഇപ്പോൾ അവരുടെ പുതിയ പരിപാടിയാണ് ഈ ചാർജസ് വെച്ചിട്ട് നമ്മുടെ ഓർഡർ ക്യാൻസൽ ചെയ്യിപ്പിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എൻ്റെ 45 ഞാൻ വേണമെങ്കിൽ അത് കാണിച്ചു തരാം. 45,500 സംതിങ് ആയിരുന്നു നമുക്ക് കാർഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട്. അതായത് ഞാൻ കോട്ടക്കാൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ തന്നെ ക്യാൻസൽ ചെയ്തു, കുഴപ്പമില്ല, ക്യാൻസൽ ചെയ്ത് പോട്ടെ, നമുക്ക് റീഫണ്ട് തന്നാൽ മതി. പക്ഷേ അതിൽ നിന്ന് റീഫണ്ട് ഇനീഷ്യേറ്റ് ആയ എമൗണ്ട് എന്ന് പറയുന്നത് 45,200 രൂപയാണ്. അപ്പോൾ 250 അവർ പിടിച്ചു. അപ്പോൾ പറഞ്ഞല്ലോ കുറേ ചാർജുകൾ പിടിക്കുന്നല്ലോ. അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ അവർക്ക് ക്യാൻസൽ ആയത് തന്നെ. നോർമലി ഇപ്പോൾ നമ്മുടെ ഒരു ഓർഡർ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രൊഡക്റ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഓഫർ ടൈമിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അത് മാത്രമല്ല, ഇത് അവരുടെ വേഗം ഇപ്പോൾ 200-300 എക്സ്ട്രാ ചാർജ് പിടിക്കുന്നുണ്ട്. അത് ഇവന്മാർക്ക് ചുമ്മാ കിട്ടുക, തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നൊക്കെ പറയില്ലേ, ആ പരിപാടിയാണ് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് അതിൻ്റെ പേരും. അതും മാത്രമല്ല, കുറേ ബോളിവുഡ് പൊട്ടന്മാർ വന്നിട്ട് പ്രൊമോട്ട് കാണണം. ഒരെണ്ണമൊന്നല്ല, 5-6-10 പേരൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ പേജിൽ പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് എന്ന് വെച്ചാൽ നത്തിങ് ഫോൺ എന്ന് പറഞ്ഞ സാധനം ഒഫീഷ്യലി ഓതറൈസ് സെല്ലറാണ് ഫ്ലിപ്കാർട്ട്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം 10 പൈസയുടെ സാധനം ഞാൻ വാങ്ങിക്കാറില്ല. എന്നുവെച്ചാൽ ഓൾറെഡി ഇതുപോലെ എനിക്ക് കുറച്ച് സ്പീക്കറൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ പണി കിട്ടിയിട്ടുള്ളത്. ഞാൻ മറ്റൊന്ന് റീഫണ്ടൊക്കെ വാങ്ങിച്ചു, അത് വേറെ കാര്യം. ഞാൻ പറയുമ്പോൾ പിക്സൽ ഫോൺസ് വാങ്ങിക്കുമ്പോൾ പോലും ഫ്ലിപ്കാർട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. നമുക്കെന്ന് വെച്ചാൽ അവർക്ക് വേറെ ക്രോമയുണ്ട്, ടാറ്റ ക്രോമ നിങ്ങൾക്ക് അറിയായിരിക്കും. അവർക്ക് ഓഫ്ലൈൻ ഇതുണ്ട്, ഓഫ്ലൈൻ സ്റ്റോറും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ പേടിയാണെങ്കിൽ ഓഫ്ലൈൻ പോയിട്ട് വാങ്ങിക്കാം. പറയുമ്പോൾ ഞാനിത് ഓൺലൈനാണ് വാങ്ങിച്ചത്. ക്രോമ പറയുമ്പോൾ കുറച്ച് ലേറ്റ് ഡെലിവറി ആവുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കറക്റ്റായിട്ട് എല്ലാ സംഭവവും വരുന്നുണ്ട്, ഒരു പ്രശ്നങ്ങളും ഇല്ല. യുവന്മാരുടെ അതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിന്ന് നത്തിങ് ഫോൺ ഓർഡർ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നത്തിങ് ഫോൺ 3 ഒന്നാമത് ഇവർക്ക് ക്രോമയും ഉണ്ട്, പക്ഷേ ക്രോമയിൽ നത്തിങ് ഫോൺ 3 ഇല്ല, ഓൺലൈൻ മാത്രമേ ഉള്ളൂ. അതും നമ്മുടെ പഴയ പ്രൈസ് ഉണ്ടല്ലോ 51,000 രൂപ, അതിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ചെയ്യാറില്ല, ഒരു സാധനം ചെയ്യാറില്ല ഞാൻ. ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നത്തിങ് ഫോണിൻ്റെ മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ ഫാഷൻ ഐറ്റംസ്, ഷൂ, ബാഗ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് വാങ്ങിക്കാറുള്ളത്. അതിനൊക്കെ റിട്ടേണബിൾ ഐറ്റംസുകളാണ്. അപ്പോൾ അങ്ങനത്തെ റിട്ടേണബിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാറുള്ളൂ. അല്ലാത്ത ഒരു സാധനം തിരിഞ്ഞു നോക്കാറില്ല. പറയുമ്പോൾ ഓഫറിൻ്റെ പൂരാണല്ലോ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊരു നോട്ടിഫിക്കേഷൻ വരും ചെയ്യും. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ 5-10 നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരുന്നു നമ്മുടെ iPhone 16ൻ്റെ. അപ്പോൾ ഇതിൽ ഓൾറെഡി കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് ഓഫ് ചെയ്യാം. റീഫണ്ട് ഇനീഷ്യേറ്റഡ് റീഫണ്ട്. ഇപ്പോൾ നമുക്ക് റീഫണ്ട് കിട്ടിയിട്ട് അത് വേറെ കാര്യം. നമ്മൾ കുറേ പരിപാടിയൊക്കെ ചെയ്തു. അതായത് നമുക്ക് വേറെ ഹോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വേറെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് ലീഗൽ വഴി പോയി സംഭവം റീഫണ്ടൊക്കെ ക്രെഡിറ്റ് ആയി, അത് പോട്ടെ. പക്ഷേ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് പോലത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ആൾക്കാർക്ക് അവയർനെസ് കിട്ടാൻ വേണ്ടി വെച്ചാൽ കുറേ പേർക്ക് ഇപ്പോഴും ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് പോയി നോക്കിയാൽ മതി. കുറേ പേർക്ക് ഇപ്പോഴും ക്യാഷ് റീഫണ്ട് ആവാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അത് ചില്ലറ പൈസ ഒന്നല്ലേ, 20,000, 30,000, 40,000 രൂപയ്ക്കാണ്. അത് ചുമ്മാ എന്താ പറയുക, എന്താ സംഭവമാണോ? ഇപ്പോൾ ഞാൻ പറയാം, ഇവിടെ റീഫണ്ട് ഇനിഷ്യേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. 45
238 റുപ്പീസാണ് റീഫണ്ട് ഇനിഷ്യേറ്റ് അയക്കുന്നത്. പക്ഷേ ഓർഡർ എമൗണ്ട് വന്നേക്കുന്നത് 45,437. അപ്പോൾ ബാക്കി ചാർജസ് അവർ പിടിച്ചു. അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ എന്താ സംഭവം ഉണ്ടായത്? എനിക്ക് പ്രൊഡക്റ്റും കിട്ടിയില്ല, റീഫണ്ട് കിട്ടാൻ അവന്മാരെ പിന്നാലെ നടക്കേണ്ടി വന്നു. കുറച്ച് 10-200 രൂപ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ഇതൊരു എന്താ പറയുക, നമ്മുടെ പോക്കറ്റ് അടിച്ച് കൊണ്ടുപോകുന്ന പറയില്ലേ റോട്ടിൽ കൂടെ പോകുമ്പോൾ, ആ പരിപാടിയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അവർക്ക് കാശ് കിട്ടി, ഓർഡർ ക്യാൻസലായി. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ 10 പൈസയ്ക്ക് സാധനം എന്താ പറയുക റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ തന്നെ അത് ഉപേക്ഷിക്കുക. മാക്സിമം നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെന്നാണ് നിങ്ങൾക്ക് ബെറ്റർ ഡീലിൽ നിന്ന് കിട്ടുന്ന ഓഫ്ലൈനിൽ വാങ്ങി. ഞാൻ ആമസോണിൽ ഇതുപോലെ ഉടായ്പ നടക്കുന്നില്ല എന്നേ പറയുന്നില്ല. പക്ഷേ ഇവന്മാരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 100 ഇരട്ടി ഭേദമാണ് ആമസോൺ. എനിക്ക് ഇതുവരെയായിട്ട് ആമസോണിൽ ഒരു ഇഷ്ടമില്ല. അതിൽ കസ്റ്റമർ കെയർ എന്ന സാധനം ഉണ്ട്. ഇവന്മാർ പേര് മാത്രമല്ല, ഒരു കസ്റ്റമർ കെയർ 10 പൈസ സാധനം ഇല്ല ഇവന്മാരിൽ. ഇവന്മാരിൽ ഇപ്പം നിങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് കുറേ BPO-കാരെയാണ്. അതായത് ഫ്ലിപ്കാർട്ടിൽ ഒരു ബന്ധമില്ലാത്തൊരു BP, അത് ചുമ്മാ കൊടുത്തേക്ക് കസ്റ്റമർ കെയറിന് വേണ്ടി നിങ്ങൾക്ക് മലയാളം ഇതിലൊക്കെ കിട്ടും. അവന്മാരൊക്കെ വെറും BPO-കാരാണ്. ഒരു 10 പൈസയുടെ ഫ്ലിപ്കാർട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. അവന്മാർക്ക് വലിയ ഇതൊന്നും അറിയണ്ടാവില്ല. ഞാൻ 2-3 വട്ടം സംസാരിച്ചിട്ടുണ്ട് മലയാളം. അത് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം 10 പൈസയുടെ ബോധം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അറിയാൻ പറ്റും അവർ ഫ്ലിപ്കാർട്ടിൻ്റെ ആളല്ല, ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ്. അവരുടെ സിസ്റ്റത്തിൽ നോക്കിയിട്ട് അവർക്ക് നമുക്കറിയണ പോലെ ചിലപ്പോൾ ഡീറ്റെയിൽസ് പോലും അറിയുന്നുണ്ടാവില്ല. അതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഹൈ പ്രൈസ്ഡ് സാധനമൊന്നും ഞാൻ ഈ സാധനത്തെ കൂടെ തീരെ റെക്കമെൻഡ് ചെയ്യും. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അത് നമ്മുടെ ഒരു റെക്കമെൻഡേഷനോ സംഭവം ഒന്നല്ല, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ കുറേ പേര് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കൂടെ പണി കിട്ടിയ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അവരൊന്ന് കമൻറ്റ് ചെയ്യാൻ താഴെ വന്നിട്ട് ഫ്ലിപ്കാർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി iPhone 16 Proൻ്റെ ഒരു വേറെ ഉടായ്പായിരുന്നു അവന്മാരുടെ. അതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് കുറേ ഹിന്ദി മണ്ണന്മാർ വന്നിട്ട് ഇത് ഇട്ടിട്ടുണ്ട്, വീഡിയോ ഇട്ടുണ്ട്. ഇത് എനിക്ക് കിട്ടിയില്ല, അതെന്താ നിങ്ങൾ പൊട്ടയാന്ന് പറഞ്ഞുതരാം. അങ്ങനത്തെ അത് നിങ്ങൾ നോക്കി ആ വീഡിയോസ് നോക്കിയാൽ അറിയാം. എല്ലാം ഒരേപോലത്തെ സബ്ജക്റ്റുകളാണ്. സബ്ജക്റ്റും അതുപോലെ തന്നെ അവർ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം ഒരേതാണ്. അപ്പോൾ തന്നെ അറിയാം അത് പ്രൊമോഷൻ കൊടുത്തേക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. കുറഞ്ഞുണ്ട്, ഞാൻ കുറഞ്ഞ കണ്ടു. ഇത് സെയിം പരിപാടികൾ തന്നെ. അപ്പോൾ അങ്ങനത്തെ കുറഞ്ഞുണ്ട്. അപ്പോൾ അത് വേറെ കാര്യം പോട്ടെ. അപ്പോൾ അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ ഇതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലുള്ളതാണ്. അവരുടെ ചാർജസ് പിടിക്കും, അത് റീഫണ്ടബിൾ അല്ല. അപ്പോൾ അതുപോലെ വേറെ ഉടായ്പാണ് അവർ നടത്തിയിരുന്നതാണ്. നമ്മുടെ എന്താ പറയുക കുറേ ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന പരിപാടി. അതായത് എന്നിട്ടാണ് ബ്ലാക്ക് മെമ്പർഷിപ്പ്, അതുപോലെ വേറെ സാധനം ഉണ്ടായിരുന്നല്ലോ S24ൻ്റെയും അതുപോലെ തന്നെ പിക്സലിൻ്റെയൊക്കെ ഒരു വയസ്സ് വന്നപ്പോൾ നമുക്ക് ആ സെയിൽസ് തുടങ്ങാനായിട്ട് മുമ്പ് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ 1000 രൂപ കൊടുത്താലോ അങ്ങനെ എന്താ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ബുക്ക് ആകുമെന്ന് പറഞ്ഞിട്ട് ഉറപ്പായിട്ട് കിട്ടുന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങളുടെ അവരുടെ ഒരു പേജ് നോക്കണം. എൻ്റെ അപ്പോൾ പേജ് ഇല്ല. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ വേറൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും അതിൽ കൊടുത്തിട്ടുണ്ടാവില്ല. അതിൻ്റെ വേറെ സംഭവം എന്ന് വെച്ചാൽ നമുക്കത് ഉറപ്പായിട്ട് കിട്ടുന്നൊന്നുമില്ല. പിന്നെ ആ എമൗണ്ട് നിങ്ങൾക്ക് വേറെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റാനും പറ്റില്ല. ഇപ്പോൾ ആ ഫോൺ വേണമെന്നില്ല എന്ന് വെച്ചാൽ ആ ഫോണിന് എന്തായാലും പ്രൈസ് കൂടി ഉണ്ടാവില്ല. ഒരു ഉടായ്പ പരസ്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രൈസ് കൂടിയ പ്രൈസിനാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഫോണേ വേണമെന്ന് വെച്ചാൽ ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ അടച്ച എമൗണ്ട് റീഫണ്ടബിൾ അല്ല. അപ്പോൾ അതൊന്നും ഇവർ കൊടുത്തിട്ടുണ്ടാവില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ കുറേ പേര് ഓൾറെഡി അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി വേറെ ടെക് ക്രിയേറ്റേഴ്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൽ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഫ്രോഡിനെ കുറിച്ച് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഏത് സോഷ്യൽ മീഡിയയിൽ പോലും സെർച്ച് ചെയ്താൽ കിട്ടും. ഇഷ്ടംപോലെ കിട്ടും. സോഷ്യൽ മീഡിയയിൽ പോലും വേണ്ട, ഗൂഗിളിൽ പോലും സെർച്ച് ചെയ്താലും കിട്ടും. അപ്പോൾ ഇതാണ് അവസ്ഥ. എനിക്ക് ലാസ്റ്റ് എന്തായാലും എനിക്ക് റീഫണ്ടും കാർഡൊക്കെ കിട്ടിയിട്ട് അത് വേറെ കാര്യം. ഇനി ഞാൻ പക്ഷേ ഒരു സാധനം ഇതൊന്നും വാങ്ങിക്കില്ല, ടെക് പ്രൊഡക്ട്സ്. ഇതിപ്പോൾ ഞാൻ സാധാരണ വാങ്ങിക്കാറില്ല. പക്ഷേ ഈ നത്തിങ് ഫോണിൻ്റെ ഓഫർ ഇപ്പോഴും അതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കായി. നത്തിങ് ഫോൺ 3 എന്ന് പറഞ്ഞ സാധനം ഇതിൽ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ നമുക്ക് എന്താ ഓപ്ഷൻ ഉള്ളത്? പിന്നെ ഉള്ളത് ക്രോമയിലാണ്. ക്രോമയുടെ വെബ്സൈറ്റിൽ ഇതിന് നോർമൽ പ്രൈസാണ് 85,000, 79, 999 ആ പ്രൈസിന് നത്തിങ് ഫോൺ 3 വാങ്ങിക്കാൻ എനിക്ക് എന്ത് ഭ്രാന്താണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ചിലപ്പോൾ കുറേ എണ്ണം ഈ ഫ്ലിപ്കാർട്ട് ഫാൻസുകൾ കുറേ ഉണ്ടോ അതുപോലെ പ്രമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവന്മാർ ഒന്നും ചോദിക്കുക. അപ്പോൾ ഇതിനെ ഫ്ലിപ്കാർട്ടിന് ഓർഡർ ചെയ്തത് അതിന് ഉത്തരം ഓൾറെഡി പറഞ്ഞു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ അതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ പോലെ ഇടാൻ വിചാരിച്ചാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ 3ാമത്തെ ചാനൽ ഓൾറെഡി വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമുക്ക് റീഫണ്ട് ഇതായിട്ട് കിട്ടിയില്ല. ടൈം ലൈനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 10 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമലി ക്രെഡിറ്റ് കാർഡ് റീഫണ്ട് ടൈം എന്ന് പറയുന്നത് 5 to 7 ദിവസമാണ്. അപ്പോൾ അതിനുള്ള ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആക്ച്വലി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ കൊടക്കാൻ്റെ കസ്റ്റമർ കെയറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, Twitter ത്രൂ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു റീഫണ്ട് റെഫറൻസ് നമ്പർ തന്നാൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. റീഫണ്ട് റെഫറൻസ് കിട്ടണമെങ്കിൽ ഇവരെ വിളിച്ചാൽ കിട്ടണ്ടേ? ഇവർക്ക് കസ്റ്റമർ കെയർ ഒന്നും സാധനം ഇല്ലല്ലോ. ഒന്നാമത് വിളിച്ചാൽ കിട്ടിലേക്ക് ചാറ്റിങ്ങും ഇല്ല. അപ്പോൾ അങ്ങനെ കുറേ പടുവിട്ട് ലാസ്റ്റ് കിട്ടിയിട്ട് അത് വരെ റീഫണ്ട് വന്നു. ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് റീഫണ്ട് കിട്ടി. പക്ഷേ കുറേ പേർക്ക് റീഫണ്ട് കിട്ടാത്തതും കുറേ പേര് സ്കാം പ്രോഡക്റ്റ് കിട്ടാണ്ട് തന്നെ ഇപ്പോൾ ഇഷ്ടം പോലെ ട്വിറ്ററിലൊക്കെ കാണുന്നുണ്ട്. ഓർഡർ ചെയ്തിട്ട് 1 മാസം പറയുന്നിട്ട് ഇതുവരെയായിട്ട് പോലെ പ്രൊഡക്റ്റ് ഷിപ്പ് പോലും ആയിട്ടില്ല, റീഫണ്ടും ആയിട്ടില്ല. അങ്ങനെ കുറേ പേര് ഇപ്പോൾ പെൻഡിങ്ങിൽ എടുക്കുന്നുണ്ട് BBD സെയിൽസിൽ. അതുപോലെ തന്നെ കുറേ പേരുടെ ഓർഡർ ചെയ്തു, ക്യാൻസലായി, റീഫണ്ട് വന്നിട്ടില്ല. കുറേ പേർക്ക് ഓർഡർ ചെയ്തു വന്നത് വേറെ എന്തോ പ്രോഡക്റ്റ്. അങ്ങനെ കുറേ എണ്ണം.
അപ്പോൾ ഇത് ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ലീഗലി എല്ലാവരും ലീഗലി പോവാ ഇങ്ങനെ ഈ ഒരു ബ്രാൻഡിനെതിരെ. അല്ലാണ്ട് നമുക്ക് ഇതെന്താ അല്ലെങ്കിൽ ഇത് പച്ചയ്ക്ക് ഇരുന്ന് തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും കണ്ടിട്ട് ആൾക്കാർ വായി നോക്കിക്കുക. ഇപ്പോൾ ഇന്ത്യയിലത്തെ മെയിൻ സ്വഭാവം അതാണല്ലോ. ആർക്കും നമ്മുടെ ഇപ്പം ഇനിയിപ്പോൾ നമ്മുടെ എന്താ പറയുക ശ്രീലങ്കയിലത്തെയും ഇവിടത്തേക്ക് അവസ്ഥയായിരിക്കില്ല. അത് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോഴായിരിക്കും ഈ എന്താ പറയുക ആൾക്കാർക്ക് ബോധം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് അതൊക്കെ. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുക. അറ്റ്ലീസ്റ്റ് എന്താ പറയുക കൺസ്യൂമർ കോർട്ടിലെങ്കിലും ഫയൽ ചെയ്യുക കേസ്. ഇപ്പം തന്നെ ഇഷ്ടംപോലെ കേസ് ഫയൽഡ് ആണ്. അതല്ലാണ്ട് എല്ലാവരും ഫയൽ ചെയ്യുക. അപ്പം എന്തെങ്കിലുമൊക്കെ നടക്കുമോ നോക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക ഫ്ലിപ്കാർട്ടിൽ നിന്ന് റീഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടാത്തവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസാണ്. നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇത് ബ്രാൻഡിനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സംഘടനയോ ഡിഫെയിം ചെയ്യാനോ ഡിഫെമേഷനോ ഒന്നല്ല. ഒന്നാമത് ഇത് ഒരു റിയൽ സംഭവമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ ചെയ്താൽ തന്നെ ഇഷ്ടംപോലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് പേര് നമ്മളെ മറ്റു വീഡിയോ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്ഡേറ്റ് പറഞ്ഞിട്ട് നമ്മൾ ഒരു സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യാൻ. അപ്പോൾ നമ്മളത് നമ്മുടെ ഈ മെയിൻ ചാനലിലാക്കിയത് മാത്രമെന്ന് വെച്ചാൽ മറ്റനായിട്ടും നമ്മുടെ എന്താ പറയുക സബ്സ്ക്രൈബർ ബേസ് കൂടുതലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്തുള്ളതാണ്.